ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു ചക്രപാണി ക്ലാസ്സസ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് പൗരൻ്റെ അവകാശങ്ങൾ, മൗലികാവകാശങ്ങൾ. അതിൽ ഒന്നാം ഭാഗത്ത് നമ്മൾ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരങ്ങളായിരുന്നു അന്ന് ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ അതിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് കിടക്കുകയാണ്. രണ്ടാം ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് ആദ്യം ഒന്ന് വിശകലനം ചെയ്യുന്നു. എന്നിട്ട് അതിലെ രണ്ട് മൗലികാവകാശങ്ങൾ വളരെ വിസ്തരിച്ച് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു. അതാണ് ഈ രണ്ടാം ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? മൗലികാവകാശങ്ങൾ എത്രയുണ്ട് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 6 മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണ് എന്നൊന്ന് പരിചയപ്പെട്ടതിന് ശേഷം ഓരോന്നും നമുക്ക് വിശദമായി പഠിക്കാവുന്നതാണ്. നോക്കാം. ഒന്നാമതായി മൗലികാവകാശങ്ങൾ. ആദ്യത്തത് സമത്വത്തിനുള്ള അവകാശം. ഓർത്തുകൊള്ളുക, എന്താണ്? റൈറ്റ് ടു ഇക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം. അതിൻ്റെ വകുപ്പുകൾ കൂടി പഠിച്ചു പോയാൽ നന്നായിരിക്കും. വകുപ്പ് 14 മുതൽ 18 വരെ. 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശം. രണ്ടാമത്തെ നോക്കൂ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏത് മുതൽ ഏതുവരെയാണ്? 18 കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം 19 ആണെന്ന്. നമ്മൾ സാധാരണ പറയുന്നത് 19 മുതൽ 22 വരെ എന്ന് പറയും, തെറ്റല്ല. പക്ഷേ അവിടെ ഒരു ആശയക്കുഴപ്പമുണ്ട്. 19 മുതൽ 20 വരെ, 22 വരെ, 19 മുതൽ 22 വരെ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എണ്ണും? 19, 20, 21, 22 ഇങ്ങനെയല്ലേ നമ്മൾ എണ്ണുള്ളൂ. ഇടയ്ക്കുള്ള ഒരെണ്ണം പോകും. ഇടയ്ക്ക് കൂട്ടിച്ചേർത്ത ഒരെണ്ണം ഞാൻ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, 21A, അത് നഷ്ടമാകും. അതുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ടത് വകുപ്പ് 19 മുതൽ 21A ആൻഡ് 22 വരെ എന്ന് പഠിച്ചാൽ ആ അപകടം മാറിക്കിട്ടും. 19 മുതൽ 21A ആൻഡ് 22 വരെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ 21A നമുക്ക് മിസ്സാവില്ല. 19 മുതൽ 22 വരെ എന്ന് പറഞ്ഞാലും ശരി തന്നെയാണെങ്കിൽ പോലും 19, 20, 21, 22 നമ്മൾ അങ്ങനെ പറഞ്ഞു പോകും. ഇത് ഒഴിവാക്കപ്പെടും. അതിനേക്കാൾ ഏറ്റവും നല്ലത് 19 മുതൽ 21A ആൻഡ് 22. ക്ലിയർ ആയല്ലോ? ഇനി മൂന്നാമത്തെ മൗലികാവകാശം എന്താണ്? ചൂഷണത്തിനെതിരെ ഉള്ള അവകാശം. എന്താണ്? ചൂഷണത്തിന് എതിരെയുള്ള അവകാശം. ചൂഷണത്തിനെതിരെ ഏതാണ്? 2 വകുപ്പുകൾ, 23ഉം 24. 2 വകുപ്പുകളാണ് അവിടെ വരുന്നത്, 23ഉം 24. ചൂഷണത്തിനെതിരെയുള്ള അവകാശം. റൈറ്റ് എഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്നാണ് കേട്ടോ. ഇവിടെയൊക്കെ റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞു കളയരുത്. ആ ഓർഡറിൽ നമ്മൾ അറിയാതെ പറഞ്ഞു. ചൂഷണത്തിനുള്ള അവകാശം ഒന്നായി പോവും. റൈറ്റ് എഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്നേ പറയാവൂ. ചൂഷണത്തിനെതിരെയുള്ള അവകാശം. നോക്കൂ, നാലാമത്തത്. അപ്പോൾ സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെ ഉള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അടുത്തത് എന്താണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, ഇംഗ്ലീഷ് പറഞ്ഞ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. ഏത് മുതൽ ഏതുവരെയാണ്? 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളാണ് അതിനകത്ത് വരുന്നത്. ആർട്ടിക്കിൾ 25 to 28. ഇനി നോക്കൂ, അഞ്ചാമത്തത് എന്താണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. റൈറ്റ് ടു കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. റൈറ്റ് ടു കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. അങ്ങനെ ഓർമ്മിച്ചാൽ മതി. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. 2 വകുപ്പുകൾ. 28 കഴിഞ്ഞാൽ എത്രയാണ്? 29ഉം 30ഉം. 2 വകുപ്പുകളെ അവിടെ ഉള്ളൂ, 29ഉം 30ഉം. ഇനി ഒന്നുകൂടിയല്ലേ ഉള്ളൂ, 6 എണ്ണമല്ലേ ഉള്ളത്. ഇപ്പം 5 എണ്ണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 6ാമത്തേതാണ്? അതായത് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമെന്നോ പരിഹാരത്തിനുള്ള അവകാശമെന്നോ പറയാം. ഇംഗ്ലീഷിൽ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി എന്ന് പറയാം. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി. അപ്പോൾ 6ാമത്തേതാണ്? ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം.
പരിഹാരത്തിനുള്ള അവകാശം. ഏത് വകുപ്പാണ്? 30 കഴിഞ്ഞ് 31 പറയരുത്. എന്തുകൊണ്ട്? 31 ഒഴിവാക്കി നമ്മൾ നേരത്തെ പറഞ്ഞു. 31 ഇപ്പം സൈലന്റ് ആണ്, അത് പറയരുത്. 30 കഴിഞ്ഞാൽ ഇനി എന്ത് പറയും? 32. ഒരൊറ്റ വകുപ്പേ ഇവിടെ ഉള്ളൂ, 32ാം വകുപ്പ്. 32ാം വകുപ്പ് ഇത് ആദ്യം ഒന്ന് മനസ്സിലുണ്ടാകണം. പൗരന്റെ അവകാശങ്ങൾ ഏതൊക്കെയാണ്? മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ്? 6 എണ്ണം. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ 6 സ്വാതന്ത്ര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ വിശകലനം ചെയ്തു. ഇങ്ങനെ പഠിച്ചാൽ പോരാ, ഓരോന്നിനെ കുറിച്ചും പഠിക്കാൻ പോവുകയാണ് നമ്മൾ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് പഠിക്കും? ഒന്നാമത്തത് സമത്വത്തിനുള്ള അവകാശം. ഇനി നമ്മൾ അതൊന്ന് വിശകലനം ചെയ്ത് തന്നെ പോകണം. കാരണം ഒരു മാർക്കൊക്കെ അവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ മേഖലയിൽ തീർച്ചയായിട്ടും ചോദ്യങ്ങൾ വരും. ഭരണഘടനാ വകുപ്പുകൾ പഠിച്ചു തന്നെ പോകണം നിങ്ങൾ. അപ്പോൾ സമത്വത്തിനുള്ള അവകാശം ഏതൊക്കെയാണ് വകുപ്പുകൾ? 14, 15, 16, 17, 18. നോക്കൂ, 5 വകുപ്പുകൾ ഇവിടെ വരും സമത്വത്തിനുള്ള അവകാശത്തിൽ. ഇപ്പം പഠിക്കാം. ഒന്ന് മനസ്സ് വെച്ചാൽ ഇപ്പോൾ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഈ നിമിഷം ഇവിടെ വെച്ച് തന്നെ പഠിച്ചിരിക്കുക, എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, ഇത് എൻ്റെയും നിങ്ങളുടെ അവകാശങ്ങളാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ അവകാശങ്ങൾ അറിയാതെ വരുമ്പോഴാണ് നമ്മൾ ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് ഞാൻ ആദ്യ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, പരീക്ഷാ വിജയത്തിന് മാത്രമല്ല ഇത് ഉപകരിക്കുന്നത്, നമ്മുടെ ജീവിത വിജയത്തിന് കൂടി ഇത് അത്യന്താപേക്ഷിതമാണ് ഈ അറിവുകൾ. അതുകൊണ്ട് നന്നായി പഠിക്കുക. 14ാം വകുപ്പിൽ എന്ത് പറയുന്നു? നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണ്. തീർന്നു, ഇത്രയേ ഉള്ളൂ. ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ. നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? 14ാം വകുപ്പ്. 15ാം വകുപ്പ് വിവേചനത്തെ തടയുന്നു. വിവേചനത്തെ തടയുന്നു. ഇതെല്ലാം ഓരോ OMR ചോദ്യങ്ങളാണ്. പ്രോഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ. വിവേചനത്തെ തടയുന്നു. പ്രോഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ഗ്രൗണ്ട് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്, എഡ്യൂക്കേഷൻ, വെൽത്ത് എക്സെട്ര. ജാതിയുടെയോ മതത്തിൻ്റെയോ സ്ത്രീ പുരുഷ വ്യത്യാസത്തിൻ്റെയോ സമ്പന്നതയുടെയോ പ്രാദേശികതയുടെയോ ഒരു രീതിയിലുള്ള വിവേചനവും പാടില്ല എന്ന് പറയുന്ന വകുപ്പ് 15ാം വകുപ്പ്. നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണെന്ന് ഇതെങ്ങനെ ചോദിക്കാം? ഇത് ഉത്തരമാകാം, ഇത് ചോദ്യമാകാം. അങ്ങോട്ട് ഇങ്ങോട്ട് ഉദാഹരണത്തിന് ഞാൻ പറയാം. ഇന്ത്യൻ ഭരണഘടനയിലെ 14ാം വകുപ്പിൽ പ്രതിപാദിക്കുന്നത് എന്ത്? നിങ്ങളെന്ത് പറയും? ഉത്തരം എന്താണ്? നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിക്കാം. നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണെന്ന് പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? 14ാം വകുപ്പ്. കണ്ടോ? ഇങ്ങനെ പഠിച്ചു വയ്ക്കുക, നല്ല രീതിയിൽ പഠിച്ചു വയ്ക്കുക. 15 വിവേചനത്തെ തടയുന്ന വകുപ്പ് ഏത്? 15ാം വകുപ്പ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വകുപ്പിലേക്ക് വരികയാണ്. 16ാം വകുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കുന്ന വകുപ്പ്. അപ്പോൾ അടിവരയിട്ട് പഠിക്കേണ്ട വാക്കേത്? അവസര സമത്വം. അവസര സമത്വം. ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ ദി മാറ്റർ ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ്. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കുന്ന വകുപ്പ് 16ാം വകുപ്പ്. നിരന്തരം പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ്. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? 16ാം വകുപ്പ്. 17ാം വകുപ്പ് ആദ്യ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഗാന്ധിജി കീ ജൈവിളികളോടുകൂടി അംഗീകരിക്കപ്പെട്ട വകുപ്പ് എന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങൾ എങ്ങനെ പഠിക്കണം? അയിത്തമില്ലാതാക്കുന്ന വകുപ്പ്. abolishes untouchability. ആർട്ടിക്കിൾ 17 abolishes untouchability. അയിത്തമില്ലാതാക്കുന്ന വകുപ്പ് മറക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ 18ാം വകുപ്പ് എന്താണ്? പദവികൾ നിർത്തലാക്കുന്ന വകുപ്പ്, ബഹുമതികൾ നിർത്തലാക്കുന്ന വകുപ്പ്. abolishes ടൈറ്റിൽസ്. ടൈറ്റിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പദവികൾ എന്ന് പറയുമ്പം യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന ഡോക്ടറേറ്റ് പോലെയുള്ള പദവികൾ സ്വീകരിക്കാം. ഗവൺമെൻറ് കൊടുക്കുന്ന പുരസ്കാരങ്ങൾ, പത്മ പുരസ്കാരങ്ങൾ, പത്മശ്രീ എന്നും പത്മഭൂഷൺ എന്നും പത്മവിഭൂഷൺ എന്നും ഒക്കെ പറയും, അതൊക്കെ സ്വീകരിക്കാം. മിലിറ്ററി സർവീസിൽ നിന്ന് കിട്ടുന്ന നമുക്ക് കേണൽ അതുപോലെയുള്ള ഒരുപാട് ബഹുമതികളുണ്ട്, അതൊക്കെ സ്വീകരിക്കാം. ഇവിടെ പറയുന്നത് മാനദണ്ഡ പ്രകാരമല്ലാതെ, ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലും മറ്റുമൊക്കെ പോയി കാശ് കൊടുത്ത് ചില പദവികൾ വാങ്ങിക്കൊണ്ടുവന്ന ആൾക്കാരെ ചൂഷണം ചെയ്യുന്ന ഒരു ഏർപ്പാട്, അല്ലെങ്കിൽ സ്വയം ഒരു പദവി ഉണ്ടാക്കി വെച്ചുകൊണ്ട് ആൾക്കാരെ ചൂഷണം ചെയ്യുന്നത്, അത്തരത്തിലുള്ള പദവികളൊന്നും പാടില്ല എന്ന് പറയുന്ന വകുപ്പാണ് 18ാം വകുപ്പ്. തീർന്നു.
സമത്വത്തിനുള്ള അവകാശം തീർന്നു. 5 OMR ചോദ്യങ്ങളാണ്. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. 14-ാം വകുപ്പ് എന്താണ്? നോക്കൂ, സമത്വത്തിനുള്ള അവകാശത്തിൽ ആദ്യത്തെ വകുപ്പ് 14-ാം വകുപ്പ്, നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ. 15-ാം വകുപ്പ് എന്താണ്? വിവേചനത്തെ തടയുന്നു, പ്രൊഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ. 16-ാം വകുപ്പ് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കുന്ന വകുപ്പ്. 17-ാം വകുപ്പ് അയിത്തമില്ലാതാക്കുന്ന വകുപ്പ്, അയിത്ത നിർമ്മാർജ്ജനം ഉറപ്പാക്കുന്ന വകുപ്പ്. 18-ാം വകുപ്പ് ബഹുമതികൾ അഥവാ പദവികൾ ഇല്ലാതാക്കുന്ന വകുപ്പ്. ക്ലിയർ ആകുന്നുണ്ടല്ലോ? ഒരു മൗലികാവകാശം കഴിഞ്ഞു. അടുത്തത് നോക്കുക, 2ാമത്തെ മൗലികാവകാശം നമ്മൾ പറഞ്ഞു. നിങ്ങൾക്കറിയാം എന്താണ് 2ാമത്തെ മൗലികാവകാശം എന്ന് പറയുന്നത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സ്വാതന്ത്ര്യത്തിലുള്ള അവകാശം നമ്മുടെ എന്താണ് 19 മുതൽ 21A and 22 വരെയാണ് എന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 19-ാം വകുപ്പ്. ഇവിടെ 19-ാം വകുപ്പ് എന്ന് പറയുമ്പോഴേ ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, ഒരു പ്രീവിയസ് ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ 19-ാം അനുച്ഛേദത്തിൽ, അനുച്ഛേദം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ആർട്ടിക്കിൾ, വകുപ്പ്, ആ വാക്കാണ് അനുച്ഛേദം. ഇന്ത്യൻ ഭരണഘടനയിലെ 19-ാം അനുച്ഛേദത്തിൽ പൗരന്റെ എത്ര സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നു? ഇന്ത്യൻ ഭരണഘടനയിലെ 19-ാം അനുച്ഛേദത്തിൽ പൗരന്റെ എത്ര സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നു? എന്ത് പറയണം നിങ്ങൾ? 6 സ്വാതന്ത്ര്യങ്ങൾ. 6 സ്വാതന്ത്ര്യങ്ങൾ എന്ന് പറയുമ്പം 19-ാം വകുപ്പിൽ 6 OMR ചോദ്യങ്ങളുണ്ടെന്നർത്ഥം. 6 OMR ചോദ്യങ്ങൾ 19-ാം വകുപ്പിൽ മാത്രമായിട്ട്. ഓരോന്നും ഓർഡറായി തന്നെ പറയണം. 19(1), 19(2), 19 ആ ഓർഡർ തന്നെ ഞാൻ പറയാം, ശ്രദ്ധിക്കുക. 19(1) ആദ്യ ക്ലാസ്സിൽ ഞാൻ ചെറുതായിട്ടൊന്ന് പരാമർശിച്ചു. എന്താണ്? പത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പെന്ന് പറഞ്ഞു. അത് നമ്മൾ അങ്ങനെ വ്യാഖ്യാനിച്ചതാണ്. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? 19(1) അഭിപ്രായ പ്രകടനത്തിലുള്ള സ്വാതന്ത്ര്യം അഥവാ സംസാര സ്വാതന്ത്ര്യം. അതായത് നമുക്ക് ആരുടെ മുമ്പിലും തല ഉയർത്തിപ്പിടിച്ചു നിന്നുകൊണ്ട് നമ്മുടെ അഭിപ്രായം, നമ്മുടെ നിലപാട്, നമ്മുടെ ബോധ്യം എന്താണെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ഇന്ത്യൻ ഭരണഘടന എനിക്കും നിങ്ങൾക്കും അവകാശം തന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് പലർക്കും അറിഞ്ഞുകൂടാത്തത്. പറയേണ്ടതുപോലെ പറയേണ്ട സമയത്ത് നമ്മൾ പറയാറില്ല. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ പരാജയപ്പെടാറുണ്ട്, പല നഷ്ടങ്ങളും നമുക്ക് നേരിടാറുണ്ട്. ഇത് പഠിക്കുമ്പോഴെങ്കിലും നമ്മൾ ഓർക്കുക, ഇന്ത്യൻ ഭരണഘടന പൗരൻ അനുവദിച്ചു തന്നിരിക്കുന്ന ഒരു അവകാശമാണ് അഭിപ്രായ പ്രകടനത്തിലുള്ള സ്വാതന്ത്ര്യം. നമ്മളൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ചോദിക്കാൻ അവകാശമില്ല നീ ഇതെന്തിനു പറഞ്ഞു എന്ന്. നമ്മൾ പറയുന്നത് ശരിയോ തെറ്റോ ആയിക്കോട്ടെ, അത് 2ാമത്തെ കാര്യം. പറയാനുള്ള അവകാശം നമുക്കുണ്ട്. എൻ്റെ ശരി ഇതാണ്, എൻ്റെ ബോധ്യം ഇതാണ് എന്ന് ഉറക്കെ വിളിച്ച് പറയാൻ എനിക്ക് ഭരണഘടന അവകാശം തന്നിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സധൈര്യം തല ഉയർത്തിപ്പിടിച്ച് ഓരോ വസ്തുനിഷ്ഠമായിട്ട് ഓരോ കാര്യങ്ങൾ നിങ്ങളുടേതായ ബോധ്യം തുറന്നു തന്നെ പറഞ്ഞോളൂ. ആരുടെ മുമ്പിലും ആരും നിങ്ങളോട് ചോദിക്കില്ല നീ ഇതെന്തിനു പറഞ്ഞു എന്ന്. അഥവാ ആരെങ്കിലും നിങ്ങളോട് നീ ഇതെന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടി മാത്രം അവരോട് പറയുക, 19-ാം വകുപ്പ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഭരണഘടനയുടെ 19-ാം വകുപ്പ് വിവരമുള്ളവർ വായിച്ചു നോക്കട്ടെ. അതിലെന്താ പറഞ്ഞിരിക്കുന്നത് അപ്പോഴറിയാം. 19(1) എന്താ പറഞ്ഞിരിക്കുന്നത്? അഭിപ്രായ പ്രകടനത്തിലുള്ള സ്വാതന്ത്ര്യം. 19(1) ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 2ാമത്തത് എന്താണ്? 19(2) ശ്രദ്ധിച്ച് കേൾക്കുക. ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം. ശ്രദ്ധിച്ച് കേൾക്കണം. ആദ്യം പറഞ്ഞ ഫ്രീഡം ടു സ്പീച്ച് ഓർ എക്സ്പ്രഷൻ. ഇപ്പം പറയുന്നത് ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി വിതൗട്ട് ആംസ്. ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം. അവിടെ കണ്ടീഷൻ ശ്രദ്ധിക്കണേ. നമുക്കൊരു സ്ഥലത്ത് ഒരുമിച്ച്, നിങ്ങൾ കുറേ പേര് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി നിന്നു എന്ന് പറഞ്ഞ് ഭരണഘടനാ വിരുദ്ധതയൊന്നുമില്ല അവിടെ. പക്ഷേ കണ്ടീഷൻ എന്താണ്? കൂടി നിൽക്കുന്ന ആൾക്കാരുടെ കയ്യിൽ ആയുധങ്ങളാണ്. വെട്ടുകത്തി, കത്താള്, കുറുതടി, പാര, ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു കൂട്ടം ആൾക്കാർ കൂടി നിൽക്കുകയാണ്. ഭരണഘടനാ വിരുദ്ധമാണത്. ഇനി ആയുധങ്ങളൊന്നും ഇല്ലാന്ന് തന്നെ വിചാരിച്ചോളുക. ഒരു രാഷ്ട്രീയ സംഘടന നടന്ന സ്ഥലത്ത് അല്ലെങ്കിൽ കമ്മ്യൂണൽ പ്രോബ്ലം ഉണ്ടായൊരു സ്ഥലത്ത് കുറേ ആൾക്കാർ പോയി കൂടി നിൽക്കുന്നു. ആ അന്തരീക്ഷം സമാധാനപരമല്ല. അപ്പം അതും നമുക്ക് അനുവദിക്കാൻ പറ്റുന്നതല്ല. മറിച്ച് നിങ്ങൾ നോക്കൂ, നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള, കൾച്ചറൽ ആയിട്ടുള്ള എന്തെല്ലാം ഒത്തുചേരൽ നമ്മൾ നടത്തുന്നു. ഓണാഘോഷം വരുന്നു, നമ്മൾ ഘോഷയാത്ര നടത്തുന്നില്ലേ?
അതുപോലെ തന്നെ ക്രിസ്മസ് ഫെസ്റ്റിവലോടനുബന്ധിച്ച് ഘോഷയാത്ര നടത്തുന്നില്ലേ, നബിദിന ഘോഷയാത്രകൾ നടത്തുന്നില്ലേ? അത്തരത്തിലുള്ള റിലീജിയസ് ആയിട്ടുള്ള കൾച്ചറൽ ആയിട്ടുള്ള ഒത്തുചേരലുകൾക്കൊന്നും ഭരണഘടന തടസ്സം പെടുത്തുന്നില്ല. പക്ഷേ ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി ഒത്തുചേരാനുള്ള അവകാശമാണ് 19(2) പറയുന്നത്. 19(3) എന്താ പറയുന്നത്? 19(3) സംഘടനകൾക്ക് രൂപം നൽകാനുള്ള സ്വാതന്ത്ര്യം, ഫ്രീഡം ടു ഓർഗനൈസ് അസോസിയേഷൻസ് ഓർ യൂണിയൻസ്. സംഘടനകൾക്ക് രൂപം നൽകാനുള്ള സ്വാതന്ത്ര്യമാണ് 19(3) പറയുന്നതെങ്കിൽ 19(4) എന്താണ്? നോക്കൂ, 3 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 19(4) എന്താ പറയുന്നത്? രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. ചുരുക്കി പറഞ്ഞ സഞ്ചാര സ്വാതന്ത്ര്യം. സഞ്ചാര സ്വാതന്ത്ര്യം, രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഫ്രീഡം ടു ട്രാവൽ ടു എനി പ്ലേസ് വിത്തിൻ ദി ടെറിട്ടറി ഓഫ് അവർ നാഷൻ. നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ പോകണോ? പോകാം. വെസ്റ്റ് ബംഗാളിൽ പോകണോ? പോകാം. ത്രിപുരയിൽ പോകണോ? പോകാം. ജമ്മു കാശ്മീരിൽ മാത്രം ചില നിയന്ത്രണങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനം മാറിയതിന് ശേഷം, ഇല്ലാതായതിനു ശേഷം, അത് കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറിയ ശേഷം അത്തരം നിയമങ്ങൾ പോലും മാറി വരികയാണ്. അപ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യം, രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നത് ഭരണഘടനയിലെ 19(3) 19(4) എന്താണ് നമ്മൾ പറഞ്ഞത്? ഇതെന്താണ്? 19(1) എന്താണ്? അഭിപ്രായ പ്രകടനത്തിലുള്ള സ്വാതന്ത്ര്യം. 2 ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം. 19(3) സംഘടനകൾക്ക് രൂപം നൽകാനുള്ള സ്വാതന്ത്ര്യം. 19(4) രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. 19(5) രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ എവിടെയും താമസിക്കാനും സ്ഥിരവാസമുറപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം. ഫ്രീഡം ടു റിസൈഡ് ഓർ പെർമനൻ്റ്ലി സെറ്റിൽ ഇൻ എനി പ്ലേസ് വിത്തിൻ ദി ടെറിട്ടറി ഓഫ് അവർ നാഷൻ. രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ എവിടെയും താമസിക്കാനും സ്ഥിരവാസമുറപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ താമസിക്കുന്നത് തിരുവനന്തപുരത്താണെന്ന് വിചാരിക്കുക. ആ തിരുവനന്തപുരത്ത് ഉള്ള സ്ഥലം വിട്ടിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ, ഇപ്പം തമിഴ്നാട് പോവുകയാണ്. തമിഴ്നാട് പോയി അവിടെ കുറേ സ്ഥലമൊക്കെ വാങ്ങിച്ച് അവിടെ ഒരു വീടൊക്കെ വെച്ച്, അല്ലെങ്കിൽ ഒരു വീട് വാങ്ങിച്ച് അവിടെ സ്ഥിരതാമസമാക്കുന്നു. ആർക്കാ ചോദിക്കാൻ അവകാശമുള്ളത്? അത് നിങ്ങളുടെ ഇഷ്ടം. അല്ലെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ പോയി ആസാമിൽ പോയി അവിടെ ഒരു വീട് വാങ്ങിച്ച് താമസിക്കുന്നു. ആ സ്വാതന്ത്ര്യമുണ്ട്, ആർക്കും നിങ്ങളെ തടയാനാവില്ല. രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ എവിടെയും താമസിക്കാനും സ്ഥിരവാസം ഉറപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം. ഫ്രീഡം ടു റിസൈഡ് ഓർ പെർമനൻ്റ്ലി സെറ്റിൽ ഇൻ എനി പ്ലേസ് വിത്തിൻ ദി ടെറിട്ടറി ഓഫ് അവർ നാഷൻ. നോക്കൂ, ഇനി ഒരെണ്ണം കൂടെയല്ലേ ഉള്ളൂ, 6. 19(6) എന്താ പറയുന്നത്? ഏത് തൊഴിൽ ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം. ഫ്രീഡം ടു ചൂസ് എനി പ്രൊഫഷൻ ഓർ ഓക്കുപ്പേഷൻ. ഏത് തൊഴിൽ ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം 19(6) പറയുന്നു. അപ്പോൾ ഭരണഘടനയിലെ 19-ാം വകുപ്പിലെ 6 സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ വിശകലനം ചെയ്തത്. 19(6) 6 സ്വാതന്ത്ര്യങ്ങളാണ് പറയുന്നത്. ആ 6 സ്വാതന്ത്ര്യങ്ങളും ഞാൻ ഒന്നുകൂടി പെട്ടെന്നൊന്ന് പറയാം, പഠിച്ചു പോകണം നിങ്ങൾ. 19(1) അഭിപ്രായ പ്രകടനത്തിലുള്ള സ്വാതന്ത്ര്യം. 19(2) ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം. 19(3) സംഘടനകൾക്ക് രൂപം നൽകാനുള്ള സ്വാതന്ത്ര്യം. 19(4) രാജ്യാതിർത്തിക്കുള്ളിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. 19(5) രാജ്യാതിർത്തിക്കുള്ളിൽ എവിടെയും താമസിക്കാനും സ്ഥിരവാസം ഉറപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം. 19(6) ഏത് തൊഴിൽ ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഒരു വകുപ്പേ ആയുള്ളൂ, ഇനിയും കിടപ്പുണ്ട് വകുപ്പുകൾ. ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. 19-ാം വകുപ്പ് 1 മാർക്കാണ്. ഇതൊക്കെ പഠിച്ചു പോവുക. ഇനി നമുക്ക് 19 കഴിഞ്ഞാൽ അടുത്തത് എന്താ നമുക്ക് ഉള്ളത്? 20-ാം വകുപ്പ്. 19 കഴിഞ്ഞാൽ അടുത്ത വരുന്ന 20. 20-ലും പറയുന്നുണ്ട് 3 വ്യക്തിയാധിഷ്ഠിത സ്വാതന്ത്ര്യങ്ങൾ. ഇതിൽ 6 സ്വാതന്ത്ര്യങ്ങളാണെങ്കിൽ 20-ൽ 3 വ്യക്തിയാധിഷ്ഠിത സ്വാതന്ത്ര്യങ്ങൾ വിശകലനം ചെയ്യുന്നു 20-ാം വകുപ്പ്. ശ്രദ്ധിച്ച് കേൾക്കണം. ആദ്യ വകുപ്പ് പറയുന്ന ആദ്യത്തെ 20-ൽ ആദ്യം പറയുന്നത് എന്താണെന്നറിയാമോ? അതായത് നിയമം ലംഘിക്കാത്ത ആരും കുറ്റവാളിയാകുന്നില്ല. നോക്കൂ, നിയമം ലംഘിക്കാത്ത ആരും കുറ്റവാളിയാകുന്നില്ല. No person shall be convicted of any offense except the violation of law. ക്ലിയർ ആവുന്നുണ്ടല്ലോ? No person shall be convicted of any offense
എക്സെപ്റ്റ് ദി വയലേഷൻ ഓഫ് ലോ. നിയമം ലംഘിക്കാത്ത ആരും കുറ്റവാളിയാകുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നിയമപരമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, നമ്മളതിനൊന്ന് തിരിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. നിയമപരമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഒരു വ്യക്തിക്ക് നിയമം ലംഘിക്കാത്തിടത്തോളം കാലം അയാൾ കുറ്റവാളിയേ അല്ല. ക്ലിയർ ആയെന്നുണ്ടല്ലോ. 20 അടുത്ത പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരു കുറ്റത്തിന് ഒന്നിലധികം ശിക്ഷ പാടില്ല. ഇന്ത്യൻ ഭരണഘടന അടിവരയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. നോ പേഴ്സൺ ഷാൽ ബി പണിഷ്ഡ് ഫോർ ദി സെയിം ഒഫൻസ് മോർ ദാൻ വൺസ്. ഒരു കുറ്റത്തിന് ഒന്നിലധികം ശിക്ഷ പാടില്ല. ഒരു കുറ്റം ചെയ്താൽ ഒരു ശിക്ഷ കൊടുക്കൂ, അല്ലാതെ ഒന്നിലധികം ശിക്ഷ പാടില്ല. നമ്മൾ പലപ്പോഴും ചില കോടതികളിലൊക്കെ ചില ജഡ്ജിമാരുടെയൊക്കെ വിധി പ്രസ്താവം കേൾക്കുമ്പോൾ നമുക്കൊരു ആശയക്കുഴപ്പം വരും. എന്താണ്? ഒരാൾക്ക് ഇരട്ട ജീവപര്യന്തം അനുവദിച്ചിരിക്കുന്നു അല്ലെങ്കിൽ വിധിച്ചിരിക്കുന്നു. നമുക്ക് സംശയം തോന്നും, അതെന്താ? 2 ശിക്ഷയല്ലേ? ഇരട്ട ജീവപര്യന്തം. ഞാൻ ഒരു വ്യക്തിക്കെന്നല്ല പറഞ്ഞത്, ഒരു കുറ്റത്തിനാണ്. ആ വ്യക്തി ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അയാളുടെ പേരുള്ള കുറ്റങ്ങൾ വിശകലനം ചെയ്തപ്പോൾ പിടിച്ചുപറി, മോഷണം, ഭവനഭേദനം, ആയുധം കൊണ്ട് നടക്കൽ, തെളിവ് നശിപ്പിക്കൽ, ഗൂഢാലോചന, കൊലപാതകം, ഇങ്ങനെ നീണ്ടുപോകുന്നു. അങ്ങനെയാണെങ്കിൽ ഓരോ കുറ്റത്തിനും ഓരോ ശിക്ഷയുണ്ട്. ഒരു കുറ്റത്തിനാണ്, ഒരു വ്യക്തിക്കെന്നല്ല ഞാൻ പറഞ്ഞത്. അയാളുടെ ശിക്ഷ അനുഭവിക്കണമെങ്കിൽ ഇനിയും ചിലപ്പോൾ ഒരു ജന്മം കൂടി വേണ്ടി വരും. അതുകൊണ്ടാണ് കോടതി തലയ്ക്കൊഴിഞ്ഞ് 2 ജീവപര്യന്തം, ഇരട്ട ജീവപര്യന്തം, അതും ഒരു കാലയളവിൽ അനുഭവിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കുറ്റത്തിന് ഒരു ശിക്ഷയെ പാടുള്ളൂ. ഒരു കുറ്റത്തിന് 2 ശിക്ഷ അല്ലെങ്കിൽ ഒന്നിലധികം ശിക്ഷ പാടില്ല എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഇന്ത്യൻ ഭരണഘടനയിലെ 20-ാം വകുപ്പിൽ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ 20-ാം വകുപ്പിൽ 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. വ്യക്തിയാധിഷ്ഠിത സ്വാതന്ത്ര്യങ്ങൾ ഒന്ന് ഞാൻ പറഞ്ഞു. എന്താണ്? നിയമം ലംഘിക്കാത്ത ആരും കുറ്റവാളിയാകുന്നില്ല. രണ്ടാമത്തത് എന്താണ്? ഒരു കുറ്റത്തിന് ഒന്നിലധികം ശിക്ഷ പാടില്ല. അത് അടിവരയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. ഒരു കുറ്റം ചെയ്താൽ ഒരു ശിക്ഷയെ പാടുള്ളൂ. അത് നിർബന്ധമായിട്ടും പാലിക്കപ്പെടേണ്ടതാണ്. ഒരു കുറ്റം ചെയ്ത് ഒരു ശിക്ഷ, അതേ ഉള്ളൂ. ഒന്നിലധികം ശിക്ഷ പാടില്ല. ഇനി നോക്കാം, നമുക്ക് 3-ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അതായത് ഒരാളെ നിർബന്ധിച്ച് അയാൾക്കെതിരെ സാക്ഷി പറയിക്കാൻ പാടില്ല. നോ പേഴ്സൺ ഷാൽ ബി കമ്പൾഡ് ടു ബി വിറ്റ്നസ് എഗൻസ്റ്റ് ഹിംസെൽഫ്. ഒരാളെ നിർബന്ധിച്ച് അയാൾക്കെതിരെ സാക്ഷി പറയിക്കാൻ പാടില്ല. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? നമുക്കറിയാം, പല കേസുകളുമായി ബന്ധപ്പെട്ട് ഈ പോലീസുകാരൊക്കെ ചിലപ്പം കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുക എന്നൊരു നയം നമ്മൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ. ഒരു നിരപരാധിയെ പിടിച്ച് മാരകമായി മർദ്ദിക്കുമ്പോൾ അവൻ ചെയ്യാത്ത കുറ്റമൊക്കെ അങ്ങ് സമ്മതിക്കുകയാണ്. ഈ കുറ്റമൊക്കെ ചെയ്തത് ഞാനാണേ എന്ന് അവൻ വിളിച്ച് പറയുകയാണ്. എന്തിനാവൻ വിളിച്ച് പറയുന്നത്? ഈ മർദ്ദനം സഹിക്കവയ്യാതെ, ഈ പോലീസിൻ്റെ മർദ്ദനം സഹിക്കവയ്യാത്തൊരു സാഹചര്യത്തിലാണ് ചെയ്യാത്ത കുറ്റം അവൻ സമ്മതിക്കുന്നത്. നോക്കൂ, അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? അവനെ കൊണ്ട് നിർബന്ധിച്ച് ഒരു കുറ്റം സമ്മതിപ്പിക്കുന്നു. തികച്ചും ഭരണഘടനാ വിരുദ്ധമാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ 20-ാം വകുപ്പിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്, നോ പേഴ്സൺ ഷാൽ ബി കമ്പൾഡ് ടു ബി വിറ്റ്നസ് അഗൻസ്റ്റ് ഹിംസെൽഫ്. ഒരാളെ നിർബന്ധിച്ച് അയാൾക്കെതിരെ സാക്ഷി പറയിപ്പിക്കാൻ പാടില്ല. അപ്പോൾ 20-ലെ 3 കാര്യങ്ങൾ ഒന്ന് ഓർത്തു വയ്ക്കുക. 20-ലെ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നിയമം ലംഘിക്കാത്ത ആരും കുറ്റവാളിയാകുന്നില്ല. 2, ഒരു കുറ്റത്തിന് ഒന്നിലധികം ശിക്ഷ പാടില്ല. 3, ഒരാളെ നിർബന്ധിച്ച് അയാൾക്കെതിരെ സാക്ഷി പറയിക്കാൻ പാടില്ല. ക്ലിയർ ആയോ? അപ്പം 19-ആയി 20-ആയി. ഇനി എളുപ്പമാണ്. ഇനിയെല്ലാം ഓരോന്നേ ഉള്ളൂ. ഇനി 21 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നേരത്തെ. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പാണ് 21. എന്താ 21-ൽ പറയുന്നത്? 21-ൽ പറയുന്നത് എന്താണ്? ശ്രദ്ധിച്ച് കേൾക്കുക. ജീവിക്കാനുള്ള അവകാശം, ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന അവകാശം, ജീവനും സ്വാതന്ത്ര്യത്തിനും അവകാശം നൽകുന്ന ആ സ്വാതന്ത്ര്യമാണ്, ആ അവകാശമാണ് 21. ജീവിക്കാനുള്ള അവകാശം. ഇതിൽ അപ്പുറം വലിയൊരു മൗലികാവകാശമില്ല. അതുകൊണ്ടാണ് 21-ാം വകുപ്പിനെ മൗലികാവകാശങ്ങളുടെ അടിത്തറ, ഫൗണ്ടേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നറിയപ്പെടുന്നത്. വിച്ച് ആർട്ടിക്കിൾ ഈസ് കൺസിഡേർഡ് ആസ് ഫൗണ്ടേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത്. ഇവിടെയാണ്, നിങ്ങൾ ഓർക്കുക, ഞാൻ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഇവിടെയാണ് നമുക്കൊരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്. 21-ാം വകുപ്പും 32-ാം വകുപ്പും കൂടി. 32-ാം വകുപ്പിൻ്റെ ഒരു വിശേഷണമുണ്ട്. വിശേഷണങ്ങളും കൊണ്ടും മാറിപ്പോകരുത്. 32-ാം വകുപ്പിനെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വകുപ്പാണ് 32-ാം വകുപ്പ്.
ഡോക്ടർ BR അംബേദ്കറാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. 21-ാം വകുപ്പ് മൗലികാവകാശം നോക്കൂ, അതായത് മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പാണ് 21-ാം വകുപ്പ് എന്ന് ഓർക്കുക. അപ്പോൾ 21 ആയി. ഇനി ഇടയ്ക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു വകുപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, 21A. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞതാണ്. 21A എന്ന് പറയുന്നത് എന്താണ്? 6-നും 14-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായി വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന വകുപ്പാണ്. ആർട്ടിക്കിൾ 21A ഗ്യാരണ്ടീസ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ദി ചിൽഡ്രൻ ബിറ്റ്വീൻ ദി ഏജ് ഓഫ് 6 and 14 years. 6-നും 14-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ഒറ്റവാക്കിൽ നമുക്ക് എന്ത് പറയാം? പ്രാഥമിക വിദ്യാഭ്യാസം, പ്രൈമറി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എലിമെൻ്ററി എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയാം. അപ്പം പ്രാഥമിക വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ വകുപ്പ് ഏത്? 21A എന്ന വകുപ്പ്. പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത്? അത് നമ്മൾ പറയാം 86-ാം ഭരണഘടനാ ഭേദഗതി 2002. കാരണം 86-ാം ഭേദഗതിയിലൂടെയാണ് 21A ഇത് 21A എന്ന വകുപ്പ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. 21A എന്ന വകുപ്പ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ്? 86-ാം ഭേദഗതി. ഏത് വർഷം? 2002. 21A എന്താ പറയുന്നത്? പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റി, അല്ലെങ്കിൽ 6-നും 14-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം നിർബന്ധിതവും സൗജന്യവുമാക്കി മാറ്റി എന്ന് ഓർക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇത്, ഈ ഒരു ആർട്ടിക്കിളാണ് ഇത് എന്ന് മറക്കാതിരിക്കുക. അപ്പോൾ ഇനി ഒന്നുകൂടി ഇവിടെ ഉള്ളൂ, 22-ാം വകുപ്പ്. എന്താണ് 22-ാം വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കുക. അതായത് ഒരാളെ അറസ്റ്റ് ചെയ്യുകയോ തടങ്കലിൽ പാർപ്പിക്കുകയോ ചെയ്താൽ അതിൻ്റെ കാരണം അയാളെ ബോധിപ്പിച്ചിരിക്കണം. കരുതൽ തടങ്കലിനെതിരെയുള്ള അല്ലെങ്കിൽ കരുതൽ തടങ്കലുമായി ബന്ധപ്പെട്ട ഒരു വകുപ്പ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 22-ാം വകുപ്പ്. ഒരാളെ അറസ്റ്റ് ചെയ്യുകയോ തടങ്കലിൽ പാർപ്പിക്കുകയോ ചെയ്താൽ അതിൻ്റെ കാരണം അയാളെ ബോധിപ്പിച്ചിരിക്കണം. അതിൻ്റെ കാരണം ബോധ്യപ്പെടാൻ അയാൾക്ക് അവകാശമുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. കാരണം എന്തെന്നറിയോ? നമ്മൾ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടാം എപ്പോഴും വേണമെങ്കിലും. നമ്മൾ കുറ്റം ചെയ്യണമെന്നില്ല. നോക്കൂ, പല വിദേശ രാജ്യങ്ങളിലും ഈ അവസ്ഥയല്ല. ഇന്ത്യ പോലെ മറ്റ് പല വിദേശ രാജ്യങ്ങളിലും ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എപ്പോഴാണെന്നറിയാമോ? അയാൾ കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെട്ടതിന് ശേഷം. നമ്മുടെ ഇവിടെ ആദ്യം അറസ്റ്റാണ്. ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു, എന്നിട്ടാണ് അയാളുടെ കുറ്റങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത്. അതുകൊണ്ടാണ് ആ സാഹചര്യം നിലനിൽക്കുന്നിടത്ത് ഈ ഒരു വകുപ്പിൻ്റെ പ്രസക്തിയെങ്കിലും നമ്മൾ ഓർമ്മിച്ചിരിക്കണം. നമ്മളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തിനാണ് നമ്മളെ അറസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ നമുക്ക് അവകാശമുണ്ട്. ഇത് മൗലികാവകാശത്തിൽപ്പെട്ടതാണ്. പക്ഷെ നമുക്കിതൊന്നും അറിയില്ല. നമുക്ക് ഭയമാണ്. പോലീസ് എന്ന് കേൾക്കുമ്പോൾ പേടിയാണ്. കാരണം നാടകങ്ങളിലും സിനിമകളിലും ഒക്കെ കണ്ടിട്ടുള്ള സീനുകളാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഒരു പോലീസ് വണ്ടി വന്ന് നിൽക്കുന്നു, യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറയുന്നു. അയാൾ വാ തുറക്കുന്നതിന് മുമ്പ് പൊക്കിയെടുത്ത് വണ്ടിയിലിടുന്നു, ഇടി തുടങ്ങുന്നു, കൊണ്ടുപോകുന്നു. നമ്മൾ വിചാരിക്കുന്ന ഇതാണ് അറസ്റ്റ്. തികച്ചും ഭരണഘടനാ വിരുദ്ധമാണ്. ഇങ്ങനെയല്ല അറസ്റ്റ്. ചില വിവരമുള്ള ആൾക്കാർ അറസ്റ്റ് ചെയ്യുന്ന ആ സീനും നമ്മൾ കണ്ടിട്ടുണ്ട്. ചില വിവരമുള്ള ആൾക്കാരോടൊക്കെ യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറയുമ്പോൾ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ്? വാറണ്ടുണ്ടോ? എന്താണ് വാറണ്ടുണ്ടോ എന്ന് പറഞ്ഞാൽ? കുറ്റപത്രം. എൻ്റെ പേരുള്ള കുറ്റപത്രം ഉണ്ടോ? ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ നിങ്ങൾ സംശയിക്കരുത്. എല്ലാ സാഹചര്യത്തിലും ഇപ്പം വാറണ്ട് കൊണ്ടുവന്നേ അറസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് ചോദിച്ചാൽ അങ്ങനെയുമില്ല. പക്ഷേ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നതെന്ന് അറസ്റ്റ് ചെയ്യപ്പെടുന്നവൻ അറിയാനൊരു അവകാശമുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എല്ലാ സമയവും വാറണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ, ഒരു തെരുവിൽ ഒരാൾ വേറൊരാളെ കുത്തി കൊന്നിട്ട് കത്തിയുമായി നിൽക്കുകയാണ്. പോലീസ് ജീപ്പ് വന്നിട്ട് കയറാൻ പറയുമ്പോൾ അയാൾ പറയണം ഇല്ല, വാറണ്ട് ഉണ്ടെങ്കിലേ ഞാൻ കയറുള്ളൂ എന്ന് പറയാൻ പറ്റൂ. ഇല്ല. അപ്പോൾ അത് ആ സാഹചര്യത്തിൽ അയാളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും അറിയാം, അയാൾക്കും അറിയാം എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് അങ്ങനെയല്ല. നമ്മളിപ്പോൾ വെറുതെ നടന്നു പോകുന്നു. ഒരു പോലീസ് ജീപ്പ് വന്ന് നമ്മുടെ അടുത്ത് വന്ന് ചവിട്ടി നിർത്തിയിട്ട് നമ്മളോട് പറയുന്നു നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, കയറ് വണ്ടിയിൽ എന്ന് പറയുമ്പോൾ എന്തിനാണ്, എന്ത് സാഹചര്യത്തിലാണ് ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്ന് അറിയാൻ എനിക്ക് അവകാശമുണ്ട്. അതെൻ്റെ മൗലിക അവകാശമാണ്. പലപ്പോഴും ഇതൊക്കെ നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തികച്ചും ഭരണഘടനാ വിരുദ്ധമാണ് അങ്ങനെയൊക്കെ പറയാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുക. അപ്പോൾ കരുതൽ തടങ്കലുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് ഏതെന്നോ, ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ കാരണം അറിയാൻ അയാളുടെ അവകാശം രേഖപ്പെടുത്തിയിരിക്കുന്ന വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ 22-ാം വകുപ്പ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ
സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ 19 മുതൽ 21A ആൻഡ് 22 വരെയാണ് നമ്മൾ അതിനകത്ത് പഠിക്കേണ്ടത്. ഓർക്കുക, സമത്വത്തിലുള്ള അവകാശം നമ്മൾ നേരത്തെ പറഞ്ഞു 14 മുതൽ 18 വരെ. ഇനി അത് ചേർത്തൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? 14 നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. 15 വിവേചനത്തെ തടയുന്നു. 16 പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കുന്നു. 17 എന്താ പറയുന്ന അയിത്തം ഇല്ലാതാക്കുന്നു. 18 എന്താണ്? ടൈറ്റിൽസ് അഥവാ പദവികൾ ഇല്ലാതാക്കുന്നു. 19 6 ഉണ്ടെന്ന് പറഞ്ഞു. 19 6 ഏതാണ്? 1 നമ്മൾ പറഞ്ഞു. 19(1) നമ്മൾ എന്താ പറഞ്ഞത്? അഭിപ്രായ പ്രകടനത്തിലുള്ള സ്വാതന്ത്ര്യം. അവിടെയാണ് പത്രസ്വാതന്ത്ര്യം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിച്ചത്. 19(2) ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം. 19(3) സംഘടനകൾക്ക് രൂപം നൽകാനുള്ള സ്വാതന്ത്ര്യം. 19(4) രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. 19(5) രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ എവിടെയും താമസിക്കാനും സ്ഥിരവാസം ഉറപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം. 19(6) ഏത് തൊഴിൽ ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം. ബാക്കിയുള്ള എല്ലാം നമ്മൾ വിശകലനം ചെയ്തതാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ മറ്റു പാർട്ടിലേക്ക് കടക്കാം. താങ്ക് യു സോ മച്ച്.